നമസ്കാരം. 100 ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഇന്നത്തെ 100 പ്രധാന വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് തുടർച്ചയായ 4ാം ദിവസവും 100-ലേറെ കോവിഡ് കേസുകൾ. ഇന്ന് 138 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 4 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. സംസ്ഥാനത്ത് 88 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളത് 1540 പേർ. ഇന്ന് പുതിയതായി 4 ഹോട്ട്സ്പോട്ടുകൾ കൂടി. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 122 ആയി. കോവിഡ് പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 10 പേരിൽ കൂടുതൽ സമരങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. സർക്കാർ പരിപാടികളിൽ 20-ൽ താഴെ ആളുകൾ മാത്രം. കേരളത്തിൽ സമൂഹ വ്യാപനം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. തൃശൂർ കോർപ്പറേഷനിലെ യോഗത്തിൽ പങ്കെടുത്ത 18 പേർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. മന്ത്രി VS സുനിൽകുമാറിന്റെ കോവിഡ് പരിശോധനാഫലം നെഗറ്റീവ്. മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയണമെന്ന് മെഡിക്കൽ ബോർഡിന്റെ ശുപാർശ. തിരുവനന്തപുരം SAP ക്യാമ്പിലെ 20ഓളം പോലീസുകാരെ നിരീക്ഷണത്തിലാക്കി. അമ്പലത്ര സ്വദേശിയായ പോലീസുകാരന് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് പോലീസുകാരെ നിരീക്ഷണത്തിലേക്കാക്കിയത്. രോഗലക്ഷണങ്ങളുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതിർത്തി സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ, റഷ്യ, ചൈന ഉച്ചകോടി നാളെ മോസ്കോയിൽ. പ്രശ്നപരിഹാരത്തിന് കോർ കമാൻഡർമാർ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. വിട്ടുവീഴ്ചകളിലൂടെ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടാക്കാനുള്ള വേദിയാക്കി റിക് ഉച്ചകോടി മാറ്റണമെന്ന് റഷ്യ. അതിർത്തിയിൽ പാക് ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ സൈനികന് വീരമൃത്യു. കനത്ത തിരിച്ചടി നൽകി സൈന്യം. അനന്ത്നാഗിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചു. അതിർത്തി പ്രശ്നത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ശത്രുവിന് സ്വന്തം നിലപാട് സാധൂകരിക്കാൻ അവസരം ഒരുക്കരുതെന്ന് മുന്നറിയിപ്പ്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ് ഏറ്റവും അധികം ഭൂമി ചൈന പിടിച്ചടക്കിയതെന്ന് BJP. ഇന്ത്യൻ പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഡാം അറ്റകുറ്റപ്പണി തടഞ്ഞ നേപ്പാൾ. ബീഹാറിലെ ഗണ്ഡക് ഡാമിന്റെ അറ്റകുറ്റപ്പണിയാണ് തടഞ്ഞത്. ഇതാദ്യമായാണ് ഇങ്ങനെയൊരു നടപടി നേപ്പാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ബീഹാർ. അങ്കമാലിയിൽ പിതാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച നവജാത ശിശുവിന്റെ നില ഗുരുതരം. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് ആശുപത്രി അധികൃതർ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞിനെ ICUവിലേക്ക് മാറ്റി. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി. അമ്മയ്ക്കെതിരെ തൽക്കാലം കേസെടുക്കേണ്ടെന്ന് പോലീസ്. കോട്ടയം അയർകുന്നത്തെ വൈദികന്റേത് മുങ്ങിമരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ അസ്വാഭാവിക പരിക്കുകളില്ല. പുന്നത്തുറ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് എട്ടുപറയിലിന്റെ മൃതദേഹം കണ്ടെത്തിയത് പള്ളിമുറ്റത്തെ കിണറ്റിൽ. വൈദികൻ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കേരളത്തിന്റെ നിലപാട് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. ഫയലുകൾ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. കേസ് അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കും. പ്രവാസി വിഷയത്തിലെ സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമെന്ന് ഉമ്മൻചാണ്ടി. നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യം പിൻവലിക്കണം. പ്രവാസികളും ഇതര സംസ്ഥാനങ്ങൾ തുടങ്ങിയ മലയാളികളെയും സമയബന്ധിതമായി നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും ഉമ്മൻചാണ്ടി. പ്രളയ ഫണ്ട് തട്ടിപ്പിൽ പ്രതിയായ മുൻ CPIM നേതാവ് അൻവർ കീഴടങ്ങി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നിലമ്പൂരിൽ കൊലവെള്ളി മുദ്രാവാക്യം വിളിച്ച 4 DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ്. DYFI മൂത്തേടം മേഖലാ സെക്രട്ടറി PK ഷഫീഖിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് CPIM ജില്ലാ നേതൃത്വം നീക്കി. നടനും ഗായകനുമായ പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചു. അന്ത്യം കൊച്ചി പള്ളുരുത്തിയിലെ വസതിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. ഓർമ്മയായത് കേരള സൈഗാൾ എന്ന് ആരാധകർ വിളിച്ച പ്രതിഭ. സംസ്കാരം നാളെ 11 മണിക്ക് പെരുമ്പടപ്പ് ഉണ്ണിമിശിക ദേവാലയ സെമിത്തേരിയിൽ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 445 കോവിഡ് മരണം. 14,821 പുതിയ രോഗികൾ. രോഗബാധിതർ 4.25 ലക്ഷം കടന്നു. രോഗമുക്തി നിരക്ക് ഉയർന്നു.
ലോകത്ത് 90 ലക്ഷത്തിലേറെ കോവിഡ് ബാധിതർ. മരണം 4,71,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 1 ലക്ഷത്തിലേറെ പുതിയ രോഗികളും 3000-ലധികം മരണവും. ബ്രസീലിൽ ഇന്നലെ മാത്രം 601 മരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ഫണ്ട് തിരിമറി കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. 2 ആഴ്ചക്കകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് കോടതി. തുടരന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം. അന്വേഷണം SN കോളേജിലെ ജൂബിലി ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ. കണ്ണൂർ കണ്ണപുരത്ത് BJPയുടെ പ്രതിഷേധത്തിനിടെ കൊലവെള്ളി മുദ്രാവാക്യം. CPI നേതാക്കളെ വീട്ടിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി. വെട്ടിയരിഞ്ഞ് കാട്ടിൽ തള്ളുമെന്നും മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വീട്ടിൽ കിടന്നു ഉറങ്ങില്ല, നമ്മുടെ വീട്ടിലെ തൊട്ടെന്നാൽ CPM നേതാക്കനെ വീട്ടിൽ കയറി വെക്കും ഞങ്ങൾ, വീട്ടിൽ കയറി വെക്കും ഞങ്ങൾ. ഓണേഴ്സ് ഡിഗ്രി കോഴ്സുകൾ ഈ വർഷം തുടങ്ങുമെന്ന് മന്ത്രി KT ജലീൽ. നിലവിലുള്ള കോഴ്സുകൾ അതേപടി തുടരും. 200 കോളേജുകളിൽ ന്യൂജൻ കോഴ്സുകൾ തുടങ്ങും. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം ഗവർണർ തീരുമാനിക്കുമെന്നും മന്ത്രി. ദുബായിലേക്ക് ഉടനെ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചു. തിരിച്ചുപോകുന്ന യാത്രക്കാർ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് PCR ടെസ്റ്റ് നടത്താൻ കേരളം തയ്യാറാണെന്നും മുഖ്യമന്ത്രി. ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിനിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. സത്യേന്ദർ ജെയിനെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ജൂൺ 17-നാണ് സത്യേന്ദർ ജെയിന് കോവിഡ് സ്ഥിരീകരിച്ചത്. പുരി രഥയാത്ര നടത്താൻ ഒഡീഷ സർക്കാരും ക്ഷേത്ര സമിതിയും സജ്ജമെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്. പുരി ജില്ലയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ബുധനാഴ്ച വരെ സമ്പൂർണ്ണ അടച്ചിടൽ. രഥയാത്രയ്ക്ക് അനുമതി നൽകിയ സുപ്രീം കോടതിക്ക് ഒഡീഷ സർക്കാർ നന്ദി അറിയിച്ചു. ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. രോഹിണി നിവാസിയായ തൃശൂർ സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. ബട്ര ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കാൺപൂരിലെ സർക്കാർ ഷെൽട്ടർ ഹോമിലെ 57 പെൺകുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സംഭവത്തിൽ അന്വേഷണം. ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസ് മേധാവിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. കോവിഡിനെ നേരിടാൻ ലോകത്തിന് മികച്ച നേതാവിനെ ആവശ്യമെന്ന് ലോകാരോഗ്യ സംഘടന. ആഗോള ഐക്യവും നേതൃത്വമില്ലാത്തതും കൊറോണയ്ക്കാൾ കടുത്ത ഭീഷണിയാണെന്നും WHO മേധാവി. ഓൺലൈനിൽ സംഘടിപ്പിച്ച ഹെൽത്ത് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു WHO മേധാവി. തമിഴ്നാട്ടിൽ 2710 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ കോവിഡ് പരിശോധനാഫലം നെഗറ്റീവ്. ചെന്നൈയിൽ 1487 പുതിയ കേസുകൾ. സംസ്ഥാനത്തെ ആകെ രോഗബാധിതർ 62,087. ഇന്ന് 37 പേർ കൂടി മരിച്ചു. ഡൽഹി മൻഡോലി ജയിലിലെ 17 തടവുകാർക്ക് കോവിഡ്. രോഗം ബാധിച്ച് മരിച്ചയാളുടെ ബാരക്കിൽ കഴിഞ്ഞവർക്കാണ് രോഗബാധ. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുജറാത്തിൽ 563 പുതിയ കോവിഡ് കേസുകൾ. 21 പേർക്ക് കൂടി ജീവൻ നഷ്ടമായി. ആകെ പോസിറ്റീവ് കേസുകൾ 27,880. മരണം 1685. ഡൽഹിയിലെ കോവിഡ് കണക്കുകളിൽ വീണ്ടും വർധന. ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 2909 പേർക്ക്. വൈറസ് ബാധ മൂലം ഇന്ന് 58 പേർക്ക് ജീവൻ നഷ്ടമായി. പോസിറ്റീവ് കേസുകളുടെ എണ്ണം 62,655. കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രം ആശുപത്രിയിൽ ചികിത്സ നടക്കുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ. പ്രകടമായി രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ കോവിഡ് കെയർ സെന്ററുകളിൽ പാർപ്പിക്കുമെന്നും മന്ത്രി. ആശുപത്രികളും കോവിഡ് കെയർ സെന്ററുകളും എല്ലാ തരത്തിലും സജ്ജമാണെന്നും മന്ത്രി അറിയിച്ചു. പഞ്ചായത്തുകളുമായി ഡിജിറ്റൽ പണമിടപാട് നടത്തി ഉത്തരാഖണ്ഡ് സർക്കാർ. ഗ്രാം സ്വരാജ് പോർട്ടൽ വഴി 238 കോടി രൂപയാണ് പഞ്ചായത്തുകളുടെ വികസനത്തിനായി കൈമാറിയത്. ഗ്രാം സ്വരാജ് പോർട്ടൽ വഴി പണമിടപാട് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് MLAക്ക് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരത്തിന് MLA പങ്കെടുത്തിരുന്നു. MLAയുടെ കുടുംബം ഹോം ക്വാറന്റീനിലാണ്. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക വിപുലമെന്ന് അധികൃതർ.
മധ്യപ്രദേശിൽ മന്ത്രിയുടെ വസതിക്ക് സമീപം വെടിയുതിർത്ത 2 പേർ അറസ്റ്റിൽ. മന്ത്രി ഗോവിന്ദ് സിംഗ് രജപുരത്തിന്റെ വീടിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. മന്ത്രി വീട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. സംഘത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് വേണ്ടി അന്വേഷണം പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ അനധികൃത മദ്യശേഖരം പിടിച്ചെടുത്തു. 1020 ബോട്ടിൽ മദ്യമാണ് തെലങ്കാനയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കടത്തുന്നതിനിടെ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ജമ്മുവിലെ നൌഷെര സെക്ടറിലാണ് വീണ്ടും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു. മഹാരാഷ്ട്രയിൽ 3721 പുതിയ കോവിഡ് കേസുകൾ. 62 പേർക്ക് കൂടി ജീവൻ നഷ്ടമായി. പോസിറ്റീവ് കേസുകൾ 1,35,796. ആകെ മരണം 6,283. കോവിഡ് കേസുകളിൽ 24 മണിക്കൂറിനിടെ ലോകത്ത് വൻ വർധനവെന്ന് ലോകാരോഗ്യ സംഘടന. 1,83,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് UN ആരോഗ്യ ഏജൻസി. ബ്രസീലിലും അമേരിക്കയിലും രോഗവ്യാപനം അതിവേഗമെന്നും റിപ്പോർട്ട്. റഷ്യയിലെ സർക്കാർ വിരുദ്ധ സംഗീത സംഘമായ പുസി റൈറ്റിലെ അംഗം കസ്റ്റഡിയിലെന്ന് റിപ്പോർട്ട്. ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്തത് പ്യോട്ടർ വെർസിലോവിനെ. വാർത്ത പുറത്തുവിട്ട് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസി ടാസ്. കോവിഡിന്റെ 2ാം വ്യാപനത്തെ ചെറുക്കാൻ മുന്നൊരുക്കങ്ങളുമായി യൂറോപ്പ്. ആശുപത്രികളിൽ കൂടുതൽ സ്റ്റാഫുകളെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചു. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഹെൽത്ത് കെയർ ആർമി രൂപീകരിക്കാനും തീരുമാനം. ഭീകരപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന ഉറപ്പ് താലിബാൻ പാലിക്കുന്നില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നടന്ന ആക്രമണങ്ങളിൽ 42 പേരാണ് കൊല്ലപ്പെട്ടത്. 105 പേർ പരിക്കുകളുടെ ചികിത്സയിലുമാണ്. സമാധാന കരാറിൽ ഒപ്പുവെച്ചെങ്കിലും താലിബാൻ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് അഫ്ഗാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കുറ്റപ്പെടുത്തി. പ്രധാന ആണവായുധ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി കൂടിക്കാഴ്ച നടത്തി റഷ്യയും അമേരിക്കയും. അവസാനവട്ട കൂടിക്കാഴ്ച നടന്നത് വിയന്നയിൽ. തീവ്രവാദ സംഘടനകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി യുവാക്കളെ ആകർഷിക്കുന്നതായി യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്. ISS, ലഷ്കർ ഇ തയ്ബ, താലിബാൻ എന്നീ സംഘടനകളാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായ ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പില്ലിന്റെ ആത്മകഥ വരുന്നു. പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നത് ഏകാന്ത തടവിനിടെ എഴുതിയ പുസ്തകം. 1000 പേജുള്ള പുസ്തകം 4 വാല്യങ്ങളായി പുറത്തിറക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞു. 10 ലക്ഷം പേർ ടിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഒക്ലോമ സംസ്ഥാനത്തെ ടൾസിൽ നടന്ന പരിപാടിയിൽ 19,000 സീറ്റുകൾ പോലും നിറഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ 3 പേരെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം തീവ്രവാദി ആക്രമണമായി പരിഗണിച്ച് അന്വേഷണം തുടങ്ങി. ആക്രമണം നടന്നത് ശനിയാഴ്ച. അറസ്റ്റിലായ 25 വയസ്സുകാരൻ ലിബിയൻ പൗരനെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ഗുരുതരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നപരിഹാരത്തിന് ഇരു രാജ്യങ്ങളെയും സഹായിക്കാൻ ശ്രമിക്കുന്നതായും ട്രംപ് അറിയിച്ചു. വിഷയത്തിൽ ഇന്ത്യയോടും ചൈനയോടും സംസാരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തിന് പിന്നാലെ അടച്ച അതിർത്തികൾ തുറന്ന് സ്പെയിൻ. പോർച്ചുഗൽ ഒഴികെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് സ്പെയിനിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. മാഡ്രിഡിലെ വിമാനത്താവളത്തിൽ വിദേശ സഞ്ചാരികളും എത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ പോർച്ചുഗലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ബോട്ടിൽ സഞ്ചരിച്ച് അർജന്റീനക്കാരനായ നാവികൻ ജിവാൻ മാനുവൽ ബലിസ്റ്റീറോ എന്ന നാവികൻ തീരമടഞ്ഞത് 86 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം. പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുവാൻ തദ്ദേശീയമായ വിമാനങ്ങൾ നിർമ്മിച്ച് തായ്വാൻ. ആദ്യ ജെറ്റ് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ചൈനയിൽ നിന്നുയർന്ന വെല്ലുവിളികളെ നേരിടാനാണ് നടപടി. ഒരാഴ്ചയായി നൈജീരിയയിൽ ഡോക്ടേഴ്സ് നടത്തിവന്ന സമരം പിൻവലിച്ചു. ആവശ്യത്തിന് PP കിറ്റുകളില്ലെന്ന് കാണിച്ചായിരുന്നു സമരം. ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് സമയം കൊടുക്കാത്തതിനാലാണ് സമരം പിൻവലിച്ചതെന്ന് ഡോക്ടേഴ്സിന്റെ സംഘടന. ഇറാഖിലെ ജലപാതകളെ തടസ്സപ്പെടുത്തി കായൽ പോളകൾ. ജലപാതകളെ പൂർണ്ണമായും മൂടിയത് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി വ്യവസ്ഥകളെ നശിപ്പിച്ച നൈൽ ഫ്ലവർ എന്ന വിദഗ്ധർ. ജലസ്രോതസ്സുകൾ ചുരുങ്ങാൻ ഇവ കാരണമാകുമെന്നും മുന്നറിയിപ്പ്. ന്യൂസിലൻഡിൽ യാത്രാ കപ്പലുകൾക്കുള്ള നിരോധനം നീട്ടി. നടപടി നിലവിലെ വിലക്ക് ജൂൺ 30 അവസാനിക്കാനിരിക്കെ തീരുമാനം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. നടപടി കോവിഡ് ബാധിതരെത്താൻ സാധ്യതയുള്ളതിനാൽ.
ബ്രിട്ടനിലെ സ്റ്റോങ് ഹെഞ്ചിന് സമീപം 4500 വർഷം പഴക്കമുള്ള കെട്ടിടാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 10 മീറ്റർ വിസ്തൃതിയിലും 5 മീറ്റർ ആഴത്തിലുമുള്ള അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. നവീന ശിലായുഗത്തിലെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്ന് ആർക്കിയോളജി വിഭാഗം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ നടത്തുന്ന അന്താരാഷ്ട്ര സംഗീതമേള ശനിയാഴ്ച. പരിപാടി സംഘടിപ്പിക്കുന്നത് ഗ്ലോബൽ സിറ്റിസണും യൂറോപ്യൻ കമ്മീഷനും സംയുക്തമായി. പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് ലക്ഷ്യമിട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിൽ കർശന നിയന്ത്രണം. സൗത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ അടിയന്തരാവസ്ഥ 1 മാസത്തേക്ക് കൂടി നീട്ടി. തീരുമാനം കോവിഡ് കേസുകൾ തുടർച്ചയായി വർദ്ധിച്ചതിനെ തുടർന്ന്. ചൈനയിൽ പട്ടിയിറച്ചി മേള തുടങ്ങി. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കുപ്രസിദ്ധമായ ഫെസ്റ്റിവൽ. മേള നടക്കുന്നത് സർക്കാരിന്റെ ആരോഗ്യ നിർദ്ദേശങ്ങൾ എതിർത്ത്. നേപ്പാളിൽ 331 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതർ 8605. രോഗം ഭേദമായി ആശുപത്രി വിട്ടത് 176 പേർ. മരണം 22ആയി. ബ്രിട്ടനിൽ പുതിയ ലോക്ഡൌൺ ഇളവുകൾ നാളെ പ്രഖ്യാപിക്കും. തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. രണ്ടാംഘട്ട വ്യാപനം ഇല്ലാതിരിക്കാൻ കടുത്ത ജാഗ്രതയിലാണ് ബ്രിട്ടീഷ് സർക്കാർ. 2 മീറ്റർ സാമൂഹിക അകലം പാലിക്കണമെന്ന നിർദ്ദേശത്തിൽ ഇളവ് നൽകുന്ന കാര്യം പുനഃപരിശോധിച്ചേക്കും. കോവിഡ് ബാധിച്ച് സൗദിയിൽ 2 മലയാളികൾ കൂടി മരിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി കണ്ണോത്ത് പ്രേംരാജ് ദമാമിലും എറണാകുളം കോതമംഗലം സ്വദേശിനി ബിജി ജോസ് അൽറസയിലുമാണ് മരിച്ചത്. ഇതോടെ സൗദിയിൽ മാത്രം മരിച്ച മലയാളികളുടെ എണ്ണം 75ആയി. ജൂലൈ 7 മുതൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിച്ച് ദുബായ്. പ്രവേശനം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സഞ്ചാരികൾക്ക് മാത്രം. പരിശോധനാ ഫലം ഹാജരാക്കാത്തവർ എയർപോർട്ടിൽ PCR ടെസ്റ്റിന് വിധേയരാകണം. സൗദിയിൽ കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വർധന. ഇന്ന് മാത്രം രോഗമുക്തി നേടിയത് 4045 പേർ. രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,5175ആയി. ഇന്ന് 3393 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 40 പേർക്ക് കൂടി ജീവൻ നഷ്ടമായി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4460 രൂപയായി. പവന് 160 രൂപ ഉയർന്ന് 35,680 രൂപയുമായി. ഗ്രിഗർ ദിമിത്രോവിന് പുറമെ കൂടുതൽ ടെന്നീസ് താരങ്ങൾക്ക് കോവിഡ്. ക്രൊയേഷ്യൻ താരം ബോർണ കോരിക്കിനും രോഗബാധ സ്ഥിരീകരിച്ചു. നൊവാക് ജോക്കോവിച്ച് നടത്തിയ ടൂർണമെന്റിന് വ്യാപക വിമർശനം. വംശീയതയെക്കുറിച്ച് യുവ ക്രിക്കറ്റർമാരെ ബോധവൽക്കരിക്കണമെന്ന് ICCയോട് ആവശ്യപ്പെട്ട് ഡാരൻ സമി. ബോധവൽക്കരണം മയക്കുമരുന്നിനെതിരെയും വാതുവെപ്പിനെതിരെയും മാത്രം പോരെന്ന താരം. വംശീയതയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ICC മുൻകൈയെടുക്കണമെന്നും ഡാരൻ സമി. 2023 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ ജപ്പാനും ഉപേക്ഷിച്ചു. തീരുമാനം കോവിഡ് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത്. ഫിഫയ്ക്ക് നൽകിയ ബിഡ് ഉപേക്ഷിക്കുന്നതായി ജപ്പാൻ അറിയിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പാക് താരം ഷൊഹൈബ് മാലിക്. ആഷസ് പരമ്പര പോലെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പരയെന്നും ഷൊഹൈബ് മാലിക്. സെർബിയൻ ക്ലബായ റെഡ് സ്റ്റാറിന്റെ 5 താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സീസണിലെ അവസാന മത്സരം പൂർത്തിയാക്കിയ ശേഷമുള്ള ആഹ്ലാദ പ്രകടനമാണ് രോഗബാധയ്ക്കിടയാക്കിയതെന്ന് സൂചന. 10,000-ഓളം കാണികൾക്കൊപ്പമായിരുന്നു ടീമിന്റെ ആഹ്ലാദ പ്രകടനം. നോക്കാമെന്ന് ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് 11 പേർക്ക് കോവിഡ് ബാധ. സമ്പർക്കം മൂലം രോഗം ബാധിച്ചത് ഒരാൾക്ക് മാത്രം. കൊല്ലത്ത് 13 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധിതരിൽ 10 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ. മുംബൈയിൽ നിന്നെത്തിയ സ്റ്റാഫ് നഴ്സിനും കോവിഡ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചവർക്കെതിരെ കർശന നടപടി. 38 പേരെ അറസ്റ്റ് ചെയ്തു. 23 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇവർക്കെതിരെ പകർച്ചവ്യാധി തടയൽ ഓർഡിനൻസ് 2020 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. KSRTC ജീവനക്കാരനെ കല്ലുകൊണ്ട് മുഖത്തെറിഞ്ഞ് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. 42 വയസ്സുള്ള സന്തോഷ് പുനലൂരാണ് പോലീസിന്റെ പിടിയിലായത്. ജില്ലാ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് G വേണുഗോപാൽ നിർവഹിച്ചു. അമ്പലപ്പുഴ തെക്ക് കൃഷിഭവനിലെ ഇക്കോ ഷോപ്പ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുനർഗേഹം പദ്ധതി പ്രകാരമുള്ള സ്ഥലമേറ്റെടുക്കൽ, പുനരധിവാസം, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ. തീരപ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം.
അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 45,500 രൂപ സംഭാവന നൽകി. അസോസിയേഷൻ പ്രവർത്തകർ തുക മാണി സി കാപ്പൻ MLA-ക്ക് കൈമാറി. കോട്ടയം ജില്ലയിൽ 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4 പേർക്ക് രോഗമുക്തി. രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 96 ഇതുവരെ 65 പേർക്കാണ് ജില്ലയിൽ കോവിഡ് ഭേദമായത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ പങ്കുചേർന്ന് CPIM കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി. അന്തരിച്ച മുൻ MLA KV കുര്യന്റെ കൃഷിയിടത്തിൽ ഫലവൃക്ഷത്തൈ നട്ടാണ് ഉദ്യമത്തിന് തുടക്കമിട്ടത്. കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി മുൻ MP-യുമായ KN ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടുത്തുരുത്തി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ റബ്ബർ പാൽ കൊടുത്ത കർഷകരുടെയും നിക്ഷേപകരുടെയും പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം. PLC സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ കോൺഗ്രസ് S ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുഴിവേലി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ അവയവദാനത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തി SFI. എറണാകുളം ഏരിയ കമ്മിറ്റിയാണ് അവയവദാന സമ്മതപത്രങ്ങൾ ശേഖരിക്കുന്നത്. ജൂലൈ 2 അഭിമന്യു രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് മുട്ടുകുത്തി പ്രതിഷേധം നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം KP ഐശ്വര്യ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വർണ്ണവെറിക്കും ജാതീയ അതിക്രമങ്ങൾക്കും എതിരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 2 കുട്ടികൾക്കുൾപ്പെടെ 16 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11 പേർ രോഗമുക്തരായി. രോഗബാധിതരിൽ 9 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ. ജില്ലയിൽ നിലവിൽ 154 പേരാണ് ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 17 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 11 പേർക്കും കോവിഡ് ബാധ. ആർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ K ഗോപാലകൃഷ്ണൻ. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ആരോഗ്യ കിറ്റുകൾ സംഭാവന നൽകി. റെസിലിയൻസ് ഫൗണ്ടേഷൻ കേരളയുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. തെർമൽ സ്കാനറുകൾ, ഓട്ടോമാറ്റിക് സാനിറ്ററി മെഷീൻ എന്നിവയടങ്ങുന്ന കിറ്റാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട സഹോദരങ്ങളായ 2 ഫുട്ബോൾ താരങ്ങൾക്ക് മലപ്പുറം ഫുട്ബോൾ കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകി. നിലമ്പൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മോഹനചന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8 പേർ രോഗമുക്തരായി. രോഗബാധിതരിൽ 4 പേർ ഖത്തറിൽ നിന്നും ഒരാൾ സൗദിയിൽ നിന്നും വന്നവർ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം ഇതോടെ 211. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഡീസൽ വിലക്കയറ്റം നിയന്ത്രിക്കുക, സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുക, യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വയനാട് ജില്ലയിൽ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് 27 പേരാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ. വയനാട് ജില്ലയിൽ റിട്ടയർഡ് ജീവനക്കാർ കൃഷി ഇറക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ KN കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള 12 പേരടങ്ങുന്ന സംഘമാണ് തരിശ് പാടങ്ങളിൽ നെൽകൃഷി ഇറക്കുന്നത്. പുത്തുമല പുനരധിവാസ പദ്ധതിയിലെ ആദ്യഘട്ടമായ ഹർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം ജൂൺ 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂരിൽ നിർമ്മാണ തൊഴിലാളി വയലിൽ മരിച്ച നിലയിൽ മരിച്ചത് ഏച്ചൂർ മാവിലാച്ചാലിലെ K സിനോജ്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3 പേർക്ക്. പോസിറ്റീവ് കേസുകളുടെ എണ്ണം 349. ഇന്ന് രോഗമുക്തരായത് 14 പേർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പരിയാരം ഗ്രാമപഞ്ചായത്തിൽ മുത്താറി കൃഷിക്ക് തുടക്കമായി. കൃഷിഭവന്റെയും KV ചന്ദ്രൻ സ്മാരക കലാസമിതിയുടെയും സഹകരണത്തോടെയാണ് കൃഷി. പനങ്ങാട്ടൂരെ 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത്. കാസർഗോഡ് പുത്തികെ കോടിമൂലയിൽ സുരംഗയിൽ കുടുങ്ങിയ യുവാവ് മരിച്ചു. പെരള കാട്ടുകുക്ക സ്വദേശി ഹർഷിത്താണ് മരിച്ചത്. രാവിലെ 11:30 അപകടം. 5 മണിക്കൂറിലൂടെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഹർഷിത്തിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ജില്ലയിൽ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 8 പേർ വിദേശ രാജ്യങ്ങളിൽ എത്തിയവരാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കാം.
ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബാർകോഡ് ഉപയോഗിച്ച് വേർതിരിച്ചറിയാമെന്ന് വ്യാജ വാർത്ത. 690 മുതൽ 699 വരെ നമ്പറിൽ ആരംഭിക്കുന്ന ബാർകോഡ് ചൈനയുടെ രാജ്യക്കോഡാണെന്നാണ് പോസ്റ്റ്. എന്നാൽ ബാർകോഡ് നമ്പറിന്റെ ആദ്യ 3 അക്കങ്ങൾ ഉൽപ്പന്നം നിർമ്മിച്ച രാജ്യത്തെ സൂചിപ്പിക്കുന്നതല്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ ടാൻസാനിയൻ സർക്കാർ മരുന്ന് കണ്ടുപിടിച്ചു എന്ന വാർത്ത വ്യാജം. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് വ്യക്തമാക്കി ടാൻസാനിയൻ സർക്കാർ രംഗത്തെത്തി. KR രഞ്ജിമ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കോവിഡ് കേസുകൾ ലോകത്ത് വൻതോതിൽ വർദ്ധിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ടാൻസാനിയൻ സർക്കാർ കോവിഡിനെ പ്രതിരോധിക്കാൻ മരുന്ന് കണ്ടെത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നത്. വാർത്ത സത്യമല്ല, വ്യാജമാണ്. കോവിഡ് ഭേദമാക്കാൻ മരുന്നുമായി ടാൻസാനിയൻ സർക്കാർ രംഗത്ത്. മരുന്നിന് ദേശീയ ആരോഗ്യ സമിതി അംഗീകാരം നൽകി. ടാൻസാനിയൻ പ്രസിഡന്റ്, ആരോഗ്യമന്ത്രി എന്നിവരുടെ ചിത്രത്തിനൊപ്പമാണ് കോവിഡോൾ എന്ന മരുന്നിന്റെ വാർത്ത പ്രചരിക്കുന്നത്. കോവിഡിന് മരുന്ന് കണ്ടെത്തിയതായി ടാൻസാനിയൻ സർക്കാർ ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. 24 ഫാക്ട് ചെക്ക് സംഘം നടത്തിയ വസ്തുതാ പരിശോധനയിൽ വാർത്ത വ്യാജമാണെന്ന് വ്യക്തം. കോവിഡിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പരീക്ഷണങ്ങളിൽ വിജയിക്കാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നത് അപകടമാണെന്നും ടാൻസാനിയൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരുന്നിനായുള്ള ഒട്ടനവധി പരിശ്രമങ്ങൾ ലോകത്ത് നടക്കുകയാണ്. ഗുരുതര രോഗികളിൽ ചില മരുന്നുകൾ ഉപയോഗിക്കാൻ മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത്. കോവിഡോൾ കോവിഡ് മാറ്റുമെന്ന് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് മഹാമാരി പോലെ പടർന്നു പിടിക്കുന്ന വൈറസിനേക്കാൾ വേഗത്തിലാണ് ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. വിശ്വസനീയമല്ലാത്ത ഇത്തരം വാർത്തകളിൽ നിന്ന് ഒരിത്തിരി അകലം പാലിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ തലകുമ്പിട്ട് അഭിവാദ്യം ചെയ്യുന്ന ചിത്രം വ്യാജം. 2014 പ്രധാനമന്ത്രി കർണാടകയിലെ തുംകുറിൽ മേയറെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത്. ഇനി ഇപ്പോൾ കിട്ടിയ വാർത്തകളിലേക്ക്. 3 പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഷദബ് ഖാൻ, ഹാരിസ് റാവ്, ഹൈദർ അലി എന്നിവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി നടന്ന പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിർത്തി സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ, റഷ്യ, ചൈന ഉച്ചകോടിക്കായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തി. ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യയുടെ 75ാമത് വിജയദിനാഘോഷത്തിന്റെ പരേഡിൽ പ്രത്യേക അതിഥിയായി മന്ത്രി പങ്കെടുക്കും. പ്രതിരോധ രംഗത്തെ ഇന്ത്യ റഷ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനത്തിന്റെ ഭാഗമാണ്. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. നമസ്കാരം.